ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏതൊക്കെ സോഴ്സ് ഓഫ് ഇൻകം പഠിച്ചു? അതായത് ഒരാളുടെ ടോട്ടൽ ഇൻകം, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ അയാളുടെ ഇൻകം സോഴ്സിനെ നമ്മൾ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഇൻകം ഫ്രം സാലറി, രണ്ടാമത്തെ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ പഠിച്ചു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഏത് ഇൻകം ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻകം മീൻസ് പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എലമെൻറ്റിനെയും കുറിച്ച് പഠിക്കാനുണ്ട്. പൊതുവെ സിമ്പിളാണ്, അതിൻ്റെ ഒരു ടെക്നിക്കാണ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എന്താണ് ബിസിനസ്, അതുപോലെ തന്നെ എന്താണ് പ്രൊഫഷൻ, അതുപോലെ തന്നെ ഏതൊക്കെ പ്രോഫിറ്റ്സ് ആണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ പ്രോഫിറ്റ്സിൽ ഉൾപ്പെടുത്തുക ഏതൊക്കെയാണ്, അതുപോലെ ചില പ്രധാനപ്പെട്ട റൂൾസുകൾ പറയുന്നുണ്ട്. ഇത് അസസ് ചെയ്യുന്ന സമയത്ത് ചില റൂൾസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതായത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ഫോർമാറ്റും, ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു ഇതിൽ ബികോം അവസാന വർഷ വിദ്യാർത്ഥികളായി, അപ്പോൾ ബിസിനസ് എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് പറയാം. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസിങ് അല്ലെങ്കിൽ സെയിൽസ് ആണ്. ഏതിൻ്റെ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ. എന്തിനു വേണ്ടിയിട്ട്? വിത്ത് എ വ്യൂ ടു മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് ആണ്. ഏതിൻ്റെ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ. അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുക. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് പറയണത്. അതിൽ ട്രേഡ് ഉൾപ്പെടും, അല്ലെങ്കിൽ ട്രേഡ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ മാനുഫാക്ചർ ഓർ എനി അഡ്വെഞ്ചർ ഓർ കൺസേൺ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇൻ ദ നാച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. അതായത് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ നാച്ചുറലുള്ള ഏത് തരത്തിലുള്ള ട്രേഡിനെയും കൊമേഴ്സിനെയും മാനുഫാക്ചറിനെയും അഡ്വെഞ്ചറിനെയും കൺസേൺസിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് പ്രൊഫഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ഇൻ്റലക്ച്വൽ ഓർ മാനുവൽ സ്കില്ല്. അതായത് അതും ഒരു ആക്ടിവിറ്റീസിൻ്റെ പ്രത്യേകത, ഈ ഒരു പ്രൊഫഷൻ എന്നുള്ള ആക്ടിവിറ്റീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ മാനുവൽ സ്കില്ല് ഉണ്ടാവണം. ഓക്കെ, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊഫഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് നോളേജ്, അതായത് ഏതൊരു പ്രൊഫഷനാണെങ്കിലും അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, മാനുവൽ സ്കില്ല്, അത്രയും അടങ്ങിയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊഫഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഓഡിറ്ററൊക്കെ എന്താണ്, അവർക്കൊക്കെ സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉണ്ട് അല്ലേ. ആ ഒരു ഫീൽഡിൽ അവരതിനുള്ള എന്തെങ്കിലും ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളേജ്, അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ അവരുണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക. ഇനി പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒക്കേഷൻസ് എന്നുള്ളതും ഏതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്, പ്രൊഫഷനിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താ പറയുക, നമ്മുടെ ലിവ്ലിഹുഡ്, അതായത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്തെന്ന് പറയാമെന്ന് പറയണോ, പ്രൊഫഷൻ എന്ന് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഏതൊരു പ്രവൃത്തിയെയും. ഓക്കെ, അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രോക്കേഴ്സ്, അതൊരു പ്രൊഫഷനാണ്. ഇൻഷുറൻസ് ഏജൻറ്റ്, ഡാൻസേഴ്സ്, പെയിൻറ്റേഴ്സ്, അതൊക്കെ എന്താണെന്ന് പറയുന്നത് പ്രൊഫഷൻ അല്ലെങ്കിൽ ഒക്കേഷനാണ്. അത് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നു, പ്രൊഫഷനിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഇത്രയാണ് ആ ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബിസിനസ്സും പ്രൊഫഷനും. ഓക്കെ, ഇനി നമുക്ക് ഈ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ആ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ആ ഗെയിൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഇൻകംസ് ആർ അസസ്ഡ് അണ്ടർ ദിസ് ഹെഡ്. അപ്പോൾ താഴെ പറയുന്ന ഇൻകത്തിനൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന ഇൻകം എല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഏതൊക്കെ ഇൻകംസ് ആണ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ അണ്ടറിൽ വരുന്നത്, ഏതൊക്കെ ഇൻകംസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പറയണത് എന്താ വെച്ചാൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം. അപ്പോൾ നമുക്കറിയാം ബിസിനസ് എന്ന് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് ഒക്കെ ഇതിൽ വരും. രണ്ടാമതായിട്ട് പറയുന്നു ഇൻകം ഫ്രം സെയിൽ ഓഫ് ആൻ
ഇമ്പോർട്ട് ലൈസൻസ് ഓർ റെസിപ്റ്റ് ഓഫ് എനി എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഇമ്പോർട്ട് ലൈസൻസിൻ്റെ ഭാഗമായിട്ട് നമ്മളത് വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ്, ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അത് റെസിപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ബിസിനസ്സിൻ്റെ ഇൻകം ആയിട്ടാണ് പറയുന്നത്. ഈ അണ്ടറിൽ വരുന്നതാണ്. കാരണം ഇതൊക്കെ തൊഴിലായിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സായിട്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ലൈസൻസ് പ്രൊവൈഡ് ചെയ്യലും അതുപോലെ തന്നെ ഈ എന്താ പറയുക എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് റിസീവ് ചെയ്യുന്ന രീതിയിൽ ജോലിയായിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അത് അവരുടെ ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൽ വരും. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് എനി കസ്റ്റംസ് ഓർ എക്സൈസ് ഡ്യൂട്ടി ടു എനി പേഴ്സൺ അഗെയിൻസ്റ്റ് എക്സ്പോർട്ട്. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പിന്നെ എന്താണ് എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെ എന്തെങ്കിലും കസ്റ്റംസൊക്കെ റീപേ ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഇൻകവും എന്തുതന്നെയാണെന്നാണ് പറയുന്നത്, ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് ഏതാണെന്നൊന്നും നിങ്ങളോട് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കില്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ഇല്ലീഗൽ ബിസിനസ്. ഇല്ലീഗൽ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയാലും അത് എന്താണ് ബിസിനസ് ഇൻകത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇല്ലീഗൽ ബിസിനസ് അല്ലേ, നമ്മൾ എന്താ അപ്പോൾ അതിനെങ്ങനെ ടാക്സ് കൊടുക്കുക എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലീഗൽ ഉണ്ടാവും ഇല്ലീഗൽ ഉണ്ടാവും. ഇല്ലീഗലായിട്ട് നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കുക. ഓക്കെ, അത്രയേ ഇപ്പോൾ ഇതിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് പിന്നെ അത് ഇല്ലീഗലല്ലേ, അതിന് കേസ് കാര്യങ്ങളൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതാണ്, അതൊന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി അല്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ഇൻകം ഓഫ് എ ട്രേഡ് അസോസിയേഷൻ. ഇത്തരത്തിൽ ഏതെങ്കിലും ട്രേഡ് അസോസിയേഷന് ഇൻകം ഉണ്ടായിച്ചെങ്കിൽ അതും അതിൻ്റെ മുകളിലും ടാക്സ് കൊടുക്കണം. അതും ഈ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകം തന്നെയാണ്. ഓക്കെ, പിന്നെ ബെനഫിറ്റ്സ് ഓർ പെർക്വസിറ്റ്സ് അറൈസിങ് ഫ്രം ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി എന്തെങ്കിലും ബെനഫിറ്റ്സ് അല്ലെങ്കിൽ പെർക്വസിറ്റ്സ് കിട്ടുകയാണ് ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ബെനഫിറ്റ്സ് അല്ലെങ്കിൽ പെർക്വസിറ്റ്സ്. ഇപ്പോൾ ഈ ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് പെർക്വസിറ്റ്സ് കിട്ടാറുണ്ട് അല്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില എന്താ പറയുക വിദേശത്തേക്ക് പോകാനുള്ള ഇത്, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ബെനിഫിറ്റ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻകത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ എന്താണ് പറയുന്നത് ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണർക്ക് ഈ തരത്തിലുള്ള ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് പാർട്ട്ണർഷിപ്പിൻ്റെ എന്ത് തന്നെയാണ് ഇൻകമാണ്. അത് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഇൻകമാണ്, അത് പാർട്ട്ണറുടെ ഇൻകം അല്ല. ഓക്കെ, അതായതാണ് ബിസിനസ്സിൻ്റെ ഇൻകം ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ എനി സം റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി. ഇനി എന്തെങ്കിലും കീമാൻ ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഏതിൽ വരുന്നത് തന്നെയാണ്, ഈ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസിൽ വരുന്നതാണ്. പിന്നെ ഇൻകം ഫ്രം സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ, പിന്നെ ഊഹക്കച്ചവടം, നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്നതാണ് അല്ലേ ഊഹക്കച്ചവടം, അതിൻ്റെ ഭാഗമായിട്ട് ഇൻകം കിട്ടിയാലും അതും തന്നെയാണ് ബിസിനസ് ഇൻകം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകംസ്. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ ഇൻകം അസസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില റൂൾസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഷുഡ് ബി ക്യാരീഡ് ഓൺ ബൈ ദ അസസി. ഈ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആര് ക്യാരി ചെയ്യണം, നമ്മുടെ അസസി ക്യാരി ചെയ്യണം. അയാൾ നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിരിക്കണം, മനസ്സിലായില്ല. അല്ലെങ്കിൽ അയാൾ ആർക്കെങ്കിലും കൊടുത്ത് അവർ നടത്തുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അതൊന്നും ഇയാളുടെ ഇൻകമായിട്ട് കൂട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആര് ക്യാരി ചെയ്യണതായിരിക്കണം, ഈ അസസി. അതുമാത്രമല്ല ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ദാറ്റ് ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഓൺ ത്രൂ ഔട്ട് ദ ഇയർ. മാത്രമല്ല ഇതിൽ പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ക്യാരി ചെയ്യുന്ന ഒരു ബിസിനസ് ആവണമെന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലർ ഈ സീസണലായിട്ടൊക്കെ വല്ല ബിസിനസ് നടത്തുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞാൽ അവരത് അടച്ചു കൂട്ടും. അപ്പോൾ അങ്ങനെ അതും എന്തുതന്നെയാണ് ബിസിനസ് തന്നെയാണെന്നാണ് പറയണത്. അതായത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത സ്ഥാപനങ്ങളെ മാത്രമല്ല നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതല്ല താൽക്കാലികമായിട്ട് അവർ ടെമ്പററി ആയിട്ടൊരു സ്റ്റോർ ഇട്ട് നടത്തുകയാണെങ്കിൽ പോലും അതെന്ത് തന്നെയാണ് ബിസിനസ് തന്നെയാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് ഇൻകം ചാർജ്ഡ് അണ്ടർ ദിസ് ഹെഡ് ഓൺ ദ അഗ്രിഗേറ്റ് ഇൻകം ഫ്രം ഓൾ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി അസസി. പിന്നെ ഇവിടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ ഒരു ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അയാൾക്ക് എത്ര ബിസിനസ് സ്ഥാപനങ്ങളുണ്ടോ അതിൽ നിന്നുള്ള എല്ലാ ഇൻകവും അയാളുടെ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഒരു ബിസിനസ് എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്, അഗ്രിഗേറ്റ് ഓൾ ബിസിനസ് എന്നാണ് പറയുന്നത്. എല്ലാ ബിസിനസ്സിൻ്റെയും പിന്നെ ഇൻകം അഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ ഉൾപ്പെടുത്താനായിട്ട്. ഓക്കെ, അതാണ് മറ്റൊരു പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൾ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്
ഓൺ ഇറ്റ്സ് വൈൻഡിങ് അപ്പ് ആൻഡ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് നോട്ട് അണ്ടർ ദിസ് ഹെഡ്. പിന്നെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഒരു ബിസിനസ് സ്ഥാപനം വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അസറ്റ്സുകളൊക്കെ നമ്മൾ എടുത്ത് റിയലൈസ് ചെയ്യാറുണ്ട്, വിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ വിറ്റ് കിട്ടുന്ന തുക അതൊരിക്കലും എന്തല്ല, ബിസിനസ് ഇൻകം അല്ല. നമ്മൾ അത് ഉൾപ്പെടുത്തുന്നത് ഏതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് അത് ഉൾപ്പെടുത്തുക. ഓക്കെ, അത് എന്തല്ല, ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരില്ല. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ പറയുന്നത് ടാക്സ് ഈസ് ലെവീഡ് ഓൺ ആക്ച്വൽ പ്രോഫിറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഇനി പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് നടത്താൻ, ടാക്സ് ലെവി ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിസിപ്പേറ്ററി പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടിയിട്ട് കാണുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രോഫിറ്റുകളില്ലേ, അങ്ങനെയുള്ള പ്രോഫിറ്റൊന്നുമല്ല, ഇമാജിൻ ചെയ്ത പ്രോഫിറ്റൊന്നുമല്ല, ആക്ച്വൽ നിങ്ങൾക്ക് എത്ര കിട്ടി, ഓക്കെ, അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അല്ലാതെ കിട്ടാനുള്ളതോ കിട്ടാൻ പോകുന്നതോ ആയിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ടാക്സ് ഈസ് പേയബിൾ ഓൺ ഓൾ ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ. മുന്നേ നമ്മൾ പറഞ്ഞതാണ്, ലീഗലായിക്കോട്ടെ ഇല്ലീഗലായിക്കോട്ടെ ആ ഇൻകത്തിൻ്റെ മുകളിൽ ഇയാൾ ടാക്സ് കൊടുക്കണം. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ റൂൾസ് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റൂൾസ്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ചെയ്യണത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏതിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, പ്രൊഫഷൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്, കാരണം എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ഥാപനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുക, അത് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ബിസിനസ് ഇൻകം അല്ലേ, സിമ്പിളാണ്. പക്ഷേ ചില വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ആ പ്രോഫിറ്റിന് മുകളിൽ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനുണ്ട്. അതുതന്നെയാണ് ഫൈനൽ പ്രോഫിറ്റ്, അതുതന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ആ പ്രോഫിറ്റിന് നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ചില ഡിസലൗഡ് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ടാക്സിൽ അലൗ ചെയ്യാത്ത ചില എക്സ്പെൻസുകൾ, അത് ഈ സ്ഥാപനം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എക്സ്പെൻസായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരത്തിൽ ടാക്സിൽ നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ആക്ട് പ്രകാരം അലൗ ചെയ്യാത്ത ഈ എക്സ്പെൻസിനെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ആ എക്സ്പെൻസ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവുക. നമ്മൾ അത്തരത്തിലുള്ള ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഇവരത് എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഡിസ്അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇതേപോലെ തന്നെ അലൗഡ് ഇൻകംസ് ഉണ്ടായിരിക്കും. അലൗഡ് ഇൻകംസ് അത് ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ശരിക്കും ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യണം. അലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ സ്ഥാപനം ബോധപൂർവം തന്നെയായിരിക്കും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കാത്തത്, കാരണം ടാക്സ് കൊടുക്കണ്ടേന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻകംസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഓൾറെഡി ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളായിരിക്കും. ആ എക്സ്പെൻസുകൾ ഇവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അലൗഡ് ഇൻകംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളത് തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, ഈ രണ്ടെണ്ണം. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട്. അലൗഡ് എക്സ്പെൻസുകൾ, ആക്ച്വലി അത് എക്സ്പെൻസാണ്, പക്ഷെ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ നിയമപ്രകാരം എന്ത് ചെയ്തിട്ടാണ്, അലൗ ചെയ്തിട്ടുള്ള എക്സ്പെൻസാണ്. പക്ഷേ ആ അലൗഡ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ എക്സ്പെൻസ് കുറയ്ക്കാം. നെക്സ്റ്റ് അതുപോലെ തന്നെ നോട്ട് അലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ടായിരിക്കും. അലൗ ചെയ്യാത്ത ഇൻകംസ് അത് ഇവർ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, അതും നമ്മൾ ലെസ് ചെയ്ത് കളയണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയർ ആണല്ലോ. ഡിസലൗഡ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അലൗഡ് ഇൻകംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് രണ്ടും ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അലൗഡ് എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ഓൾറെഡി അംഗീകരിക്കപ്പെട്ട എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ആ എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ
ഉണ്ടെങ്കിൽ നമ്മളത് ലെസ് ചെയ്യണം. അതേപോലെ തന്നെ നോട്ട് അലൗഡ് ഇൻകംസ് ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളത് ലെസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റാണ് യഥാർത്ഥത്തിലുള്ള ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, അപ്പോൾ അത് വരച്ചെടുക്കുക. ക്ലിയർ അല്ലേ? ഇനി ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് അലൗഡ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഡിസലൗഡ് ഇൻകംസ്, ഇതൊക്കെയാണ് നമ്മളിനി അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഓക്കെ.